ബിഗ് ബോസിൻ്റെ ഒന്നാമത്തെ സീസൺ മുതൽ ഏഴാമത്തെ സീസൺ വരെയും കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത് ഇതുവരെയുള്ള കണ്ടസ്റ്റൻറ്റുകളിൽ ഏറ്റവും മോശം അല്ലെങ്കിൽ ഏറ്റവും ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ശ്രീമാൻ സീക്രട്ട് ഏജൻറ്റ് എന്ന് വിളിപ്പേരുള്ള സായി കൃഷ്ണയാണ്. എന്നിട്ട് ഇദ്ദേഹം ഓരോ സീസണും വന്നിട്ട് ഓരോ എപ്പിസോഡും എടുത്ത് അല്ലെങ്കിൽ ഓരോ ആളുകളെ എടുത്തിട്ട് കീറി മുറിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം വരെ ഓക്കെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഇദ്ദേഹത്തിൻ്റെ സീസൺ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സീസണിൽ ഓരോ എപ്പിസോഡും എടുത്ത് കീറി മുറിക്കുന്നതും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ് അടിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരിയാണ് വരുന്നത്. ഇങ്ങേർക്ക് എല്ലാവരെയും പുച്ഛമാണ്. അതായത് ഈ സീസണിലുള്ള എല്ലാവരെയും പുച്ഛമാണ്. ഒന്ന് രണ്ട് പേരെ ഒഴികെ ബാക്കി എല്ലാവരെയും പുച്ഛമാണ്. പ്രത്യേകിച്ച് അനുമോളെ ഭയങ്കര പുച്ഛമാണ്. അനുമോൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അനുമോളാണ് പ്രശ്നക്കാരി എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഓരോ ഡയലോഗ് അടി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റിവ്യൂവിൽ ഇദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാർഡുകൾ. അതായത് അനുമോൾ ഈ കാർഡ് ഇറക്കി, ആ കാർഡ് ഇറക്കി, മറ്റേ കാർഡ് ഇറക്കി, അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഓരോ ഡയലോഗ് അടി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സീസണിൽ ഇദ്ദേഹം ഇറക്കിയിട്ടുള്ള കാർഡുകൾ ഏതൊക്കെയായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ച് തരാം. എന്നിട്ടാണ് ഇപ്പം വന്നിരുന്നിട്ട് ഈ ഡയലോഗ് അടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം കഴിഞ്ഞ സീസണിൽ ഇറക്കിയിട്ടുള്ള കാർഡുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കിക്കോ. ഒന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് അമ്മ മകൻ കാർഡ്, പിന്നെ ഭാര്യ അമ്മ കാർഡ്, പിന്നെ അച്ഛൻ മകൻ കാർഡ്, പിന്നെ ഭാര്യയും അമ്മയും തമ്മിലുള്ള കാർഡ്, പിന്നെ പെങ്ങളൂട്ടി കാർഡ്, ആങ്ങളൂട്ടി കാർഡ്, പിന്നെ നമ്മുടെ എന്താണ് എൻ്റെ സ്വഭാവം നന്നാക്കൽ കാർഡ്, പിന്നെ നമ്മുടെ പെറ്റ് സ്നേഹം കാർഡ്, പിന്നെ നമ്മുടെ ഫ്ലഷ് കാർഡ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫ്ലഷ് കാർഡാണ്. അതായത് ഇതുവരെ അതായത് നാട് മൊത്തം നന്നാക്കാൻ വേണ്ടി നടന്നിട്ടുള്ള നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് ഫ്ലഷ് അടിക്കാൻ പഠിച്ചത് ഏത് നമ്മൾ ബാത്റൂമിൽ പോയിട്ട് ഫ്ലഷ് അടിക്കാൻ വേണ്ടി പഠിച്ചത് ഈ ബിഗ് ബോസിൽ ചെന്നിട്ടാണ്. ഓക്കെ, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. നാട് നീളെ നമ്മൾ കാര്യങ്ങളെല്ലാം നോക്കി എല്ലാം ചങ്ങായി നേരെ ആക്കിക്കൊണ്ടിരുന്നു, പക്ഷേ ഫ്ലഷ് അടിക്കാൻ അറിയില്ലായിരുന്നു. ഇതാണ് ഹൈലൈറ്റ്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരാൾ വന്നിരുന്നിട്ട് പറയുകയാണ് അനിമോൾ ചെയ്തത് ശരിയല്ലല്ലോ, അനിമോൾ ചെയ്തത് ശരിയാണല്ലോ, അല്ലെങ്കിൽ നിവിൻ ചെയ്തത് സൂപ്പറാണല്ലോ, അല്ലെങ്കിൽ ഷാനവാസ് ചെയ്തത് എന്ത് തേങ്ങയാണ്, ഇതൊക്കെയാണോ ഗെയിം എന്നുള്ള രീതിയിലുള്ള ഡയലോഗ് അടി. ഓക്കെ, അഭിപ്രായം പറയാൻ ആർക്കും പറ്റും, അത് ശരിയാണ്. ഇപ്പം നമ്മൾ ഒരു സീസൺ എപ്പിസോഡ് കണ്ടിട്ട് വന്നിട്ട് പറയുകയാണ് ഇന്നതൊക്കെയാണ് സംഭവം, പക്ഷേ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് എങ്ങനെ ഒരാൾക്ക് അഭിപ്രായം പറയാൻ പറ്റും? അതായത് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രം സംസാരിക്കുമ്പോൾ അതൊരു അഭിപ്രായം പറയലാണ് എന്നുള്ളത് തോന്നുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ചിലപ്പം എൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമായിരിക്കാം, എനിക്ക് അങ്ങനെ തോന്നിയതായിരിക്കാം. അതായത് സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സായി കൃഷ്ണ അനുമോളെ മാത്രം കുറ്റം പറയുന്നു എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കാം. പറയാൻ പറ്റില്ല, ഓരോരുത്തർക്കും ഓരോ തോന്നലല്ലേ. ഇപ്പോൾ സായിക്ക് ഇത് തോന്നുന്ന പോലെ എനിക്ക് അങ്ങനെ തോന്നിയതായിരിക്കാം. അപ്പോൾ എന്തായാലും ഇപ്പം സായി കൃഷ്ണേൻ്റെ കുറേ ഇൻ്റർവ്യൂകൾ എനിക്ക് തോന്നി. ഈ ഇൻ്റർവ്യൂവിൻ്റെ ഇതെല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ സീസണിലെ വിന്നറാണ് സായി കൃഷ്ണ എന്ന്. പക്ഷെ അതല്ല, ഒരു പൊട്ടനാണ് കഴിഞ്ഞ സീസണിലെ വിന്നറെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഒരു പൊട്ടിക്ക് കിട്ടിയാലും, അതായത് ഒരു മണ്ടത്തിക്ക് കിട്ടിയാലും ഒരു പൊട്ടിക്ക് കിട്ടിയാലും പ്രശ്നമില്ല എന്നാണ് നമ്മുടെ ബിഗ് ബോസ് ആയിട്ടുള്ള ഈ സായി കൃഷ്ണ പറയുന്നത്. നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പഠിക്കാനുണ്ട്. അതായത് ബിഗ് ബോസിനെ അരച്ച് കുടിച്ച് കലക്കി വീണ്ടും അതിങ്ങനെ ഇതാക്കി കഴിക്കുന്ന ഇദ്ദേഹത്തിൽ നിന്നും അടുത്ത സീസണിൽ പോകുന്നവർ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് വേണം പോകാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ റിക്വസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബിഗ് ബോസ് വിന്നറായിട്ട് അവസാനം ആപ്പിളും കടിച്ചുകൊണ്ട് ഒരു 5 ലക്ഷത്തിൻ്റെ പെട്ടിയും എടുത്ത് വേണമെങ്കിൽ മാസമായിട്ട് പുറത്തോട്ട് ഇറങ്ങി വരാം. ഓക്കെ, എന്തായാലും കഴിഞ്ഞ സീസണിലെ ഏറ്റവും മോശം കണ്ടസ്റ്റൻറ്റും ഏറ്റവും എന്താ പറയുക ഏറ്റവും എല്ലാ ഈ പറഞ്ഞ പോലെ ടാസ്ക് ആണെങ്കിലും എല്ലാം കുളവാക്കിയത് അത് അണ്ണൻ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും അഭിപ്രായം പറയാമല്ലോ. അപ്പം ഇതായിരുന്നു എൻ്റെ ഒരു കണ്ടുപിടുത്തം. ഓക്കെ, അപ്പം ഇദ്ദേഹത്തിൻ്റെ കുറേ ഇൻ്റർവ്യൂകൾ കണ്ടപ്പം എന്തോ കുറച്ച് ഓവറായിട്ട് തോന്നി. അതിലൊരു 1-2 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഇമ്മീഡിയറ്റ്ലി സായിനെ ഞാൻ ഈ പാതിരാത്രിക്ക് ഇവിടെ വിളിച്ചിരുത്തേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിവിൻ അനുമോൾ ഷാനവാസ് വിഷയങ്ങൾ നന്നായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ആളാന്ന് സായിക്കറിയാലോ.
അതിനകത്ത് എല്ലാവരും ഒരേ അഭിപ്രായം. സായ മാത്രം വേറെ സൈഡിലേക്ക് പോയിട്ട് വേറെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്താ സായ ഇങ്ങനെ, അതായത് എല്ലാവരും ഒരു വഴിക്ക് വന്ന് ഞാൻ വേറെ വഴിക്ക് പോകാന്നുള്ളൊരു ചിന്തയിലാണ്. ഞാൻ അങ്ങനെ ശരിക്കും അനുമോളുമായിട്ട് എന്താ എതിർപ്പ്? എന്താ? ഒരു എതിർപ്പില്ല. എനിക്ക് അനുമോളുടെ ആ ഒരു ഗെയിം ഇഷ്ടമല്ല. അനുമോൾ ആസ് എ ക്യാരക്ടർ ഇൻ ബിഗ് ബോസ് എനിക്ക് കൺവിൻസിങ് അല്ല. അപ്പോൾ അതാണ് പ്രശ്നം. അതായത് അനുമോൾ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റൻറ്റിനെ ഈ പറയുന്ന ബിഗ് ബോസ് ആയിട്ടുള്ള സീക്രട്ട് ഏജൻറ്റിനെ അല്ലെങ്കിൽ സായി കൃഷ്ണയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അനുമോൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും പുള്ളിക്കാരനത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ വേറൊരു കാര്യം, ഞാൻ ഈ പറയുന്ന അനുമോളുടെ PR ഒന്നും അല്ല കേട്ടാ. ഈ അനുമോളെ ഞാനും വോട്ട് ചെയ്യലൊന്നുമില്ല. പിന്നെ ഇദ്ദേഹം പറയുന്ന ഈ ഒരു രീതി മാത്രം എനിക്ക് അത്ര പിടിക്കുന്നില്ല. അതായത് അനുമോൾ അല്ലാണ്ട് വേറൊരു കണ്ടൻറ്റ് ഈ പുള്ളിക്കില്ല എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഡയലോഗ് അടിച്ചത്. അല്ലാതെ ഈ അനുമോളുടെ PR 16 ലക്ഷമൊന്നും ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ. അതിനും മാത്രമുള്ള ബന്ധങ്ങളൊന്നും നമുക്കില്ല. പിന്നെ വേറൊരു കാര്യം, വേറൊരു ഇൻ്റർവ്യൂവിൽ ഇദ്ദേഹം പറഞ്ഞത് ഈ അനുമോളുടെ PR ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്, അനുമോൾ PR തന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പം നിങ്ങൾ സൂക്ഷിച്ചോ. അതായത് ഈ പറയുന്ന സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സായി കൃഷ്ണ സീക്രട്ട് സൂക്ഷിക്കാൻ പറ്റിയ ഒരാളല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിച്ചോ. നിങ്ങൾ എന്തെങ്കിലും സീക്രട്ടായിട്ട് ഈ ഏജൻറ്റിനെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരു സീക്രട്ടായി മാറില്ല, അതൊരു പബ്ലിക്കായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സീക്രട്ടുകൾ അധികം ഈ പറയുന്ന സീക്രട്ട് ഏജൻറ്റിനെ പറഞ്ഞ് ഏൽപ്പിക്കരുത്. അതിപ്പം അനുമോളുടെ എന്തോ സീക്രട്ടുകളാണല്ലോ, ആയിരിക്കുമല്ലോ ഈ പറയുന്ന PR ടീം സീക്രട്ടിനോട് പറഞ്ഞത്. അപ്പം ഈ സീക്രട്ടാണ്, ഇത് സീക്രട്ടാണെന്നും പറഞ്ഞിട്ട് വേറൊരു ഇൻ്റർവ്യൂവിൽ പോയിട്ട് ഇതൊരു സീക്രട്ടാക്കി കളഞ്ഞ് നമ്മുടെ നാട്ടിൽ മൊത്തം പാട്ടാക്കിയത്. നമ്മൾ പോകുന്നതിന് മുമ്പ് ഇതേപോലെ അനുമോളുടെ PR ടീം എന്നോട് ചോദിച്ചായിരുന്നു, എന്നോട് പറഞ്ഞായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതേപോലെയുള്ള സീക്രട്ടുകൾ സത്യസന്ധമായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് പറ്റില്ല. അതുകൊണ്ട് തന്നെ കൂട്ടുകാർ സൂക്ഷിച്ചോ. ഓക്കെ, ബാക്കി എന്താണ് ഏട്ടായി പറയുന്നത് നോക്കാം. അതന്നെ ആവണമെന്നില്ല ബാക്കിയുള്ളവർ. ഞാൻ നോക്കുന്ന സമയത്ത് എന്താ, നെവിൻ ഷാനവാസിന്റെ ഒരു ഇഷ്യൂവിനകത്ത് ഞാൻ കാണുന്ന കോർ റീസൺ എന്ന് പറയുന്നത് അനുമോളാണ് തുടക്കട്ടത്. പാത്രം കഴുകില്ല, അനുമോൾ പറയാ ഞാൻ കഴുകില്ല. പക്ഷെ അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് സൂമിൽ അത്രയും നല്ല സൂമിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കാണിച്ചിട്ടില്ല. അതായത് ക്ലോസ് ആയിട്ട് കാണിച്ചിട്ടില്ല. എങ്കിൽ പോലും നമ്മൾ അത് നോക്കുമ്പോൾ ഒരു ചെറിയ അങ്ങനെ വരാൻ പാടില്ല, അങ്ങനെ വരാൻ പാടില്ല. ചെറിയ പൊടി പോലും പാത്രത്തിൽ വരാൻ പാടില്ല എന്ന് ആരാ പറയുന്നതെന്നറിയോ? അതായത് നമ്മുടെ ബാത്റൂം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാത്റൂമിൽ പോയിട്ട് ഫ്ലഷ് അടിക്കാൻ പോലും അറിയാണ്ട് ബിഗ് ബോസിലേക്ക് പോയിട്ട് ഫ്ലഷ് അടിക്കാൻ പഠിച്ച് തിരിച്ചു വന്ന അത് ചങ്ങായിയാണ് പറയുന്നത്. ചെറിയൊരു പൊടി പോലും വരാൻ പാടില്ല. ഓക്കെ എന്തെങ്കിലും ആവട്ടെ. പക്ഷേ ഇപ്പൊ സാമാന്യ ഒരു ഇത് മര്യാദയുള്ള ആൾക്കാർ ഇവൻ അനുമോളാണെങ്കിലും ജസ്റ്റ് കഴുകിയിട്ട് അത് വെച്ചില്ലേ. കാരണം എന്താ, തലേ ദിവസം ഇവര് ഫുഡ് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ വേറെ കുറേ വീഡിയോസെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ ഇതേപോലുള്ള ഒരൊറ്റ ബിന്ദുവിൽ മാത്രം കടിച്ചു തൂങ്ങുന്നത് മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത്. അല്ലാതെ ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോസും ഇദ്ദേഹത്തിൻ്റെ പല വീഡിയോസും ഞാൻ എന്താ പറയുക, സൂപ്പർ എന്നൊക്കെ രീതിയിൽ കണ്ടിട്ട് അങ്ങനെ വിചാരിച്ചിട്ടുള്ള സംഭവം തന്നെയാണ്. പക്ഷേ ഈ ബിഗ് ബോസ് സീസണിൽ വരുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് ഇദ്ദേഹം ചിലരുടെ കയ്യിൽ നിന്നും ഇതേപോലെ വർക്ക് ഏറ്റെടുത്ത്, അതായത് PR വർക്ക് ഏറ്റെടുത്തിട്ട് വൈകുന്നേരം വന്നിരുന്ന് അരമണിക്കൂർ 3/4 മണിക്കൂർ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. പക്ഷേ അത് ഇപ്പം മറ്റുള്ളവരെല്ലാവരും ഒരു സൈഡിലേക്ക് ചിന്തിക്കുമ്പോൾ ഇദ്ദേഹം നേരെ തിരിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ ചിന്തിക്കും. അപ്പോൾ ആളുകൾ പറയുമല്ലോ, അയ്യോ ഏജൻറ്റേട്ടായി സൂപ്പറായിട്ട് കണ്ടോ, എല്ലാവരും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു, അപ്പോഴത്തേക്ക് ഏജൻറ്റേട്ടായി നമ്മുടെ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നു, അക്ബറെ സപ്പോർട്ട് ചെയ്യുന്നു, ആ രീതിയിൽ ചിന്തിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പണ്ട് നമ്മുടെ അഖിൽമാരാറിൻ്റെ സീസണിലും ഇതേപോലെയായിരുന്നു. എല്ലാവരും അഖിൽമാരാറിനെ അടിപൊളിയായിട്ട് അഖിൽമാരാർ ഗെയിം കളിക്കുന്ന സമയത്ത് ഇദ്ദേഹം മാത്രം തിരിഞ്ഞ് ജുനൈസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പരിപാടിയും. അത് സ്വാഭാവികമായിട്ടും മറ്റേ നമ്മുടെ ആര്യം പറയുന്ന പോലെ റിവേഴ്സ് സൈക്കോളജി എന്ന് പറയില്ല, ആ സംഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇത്രയല്ല, ഒരുപാടുണ്ട് പറയാനാണ്. പിന്നെ എന്തിനാണ് വെറുതെ. പിന്നെ ഞാൻ നോക്കുമ്പോൾ വെച്ചാൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് കഴിഞ്ഞ സീസണിൽ ഏറ്റവും വലിയ വാഴയായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഒരാൾ വന്നിരുന്നിട്ട് ഇൻ്റർവ്യൂവിൽ വലിയ ബിഗ് ബോസ് ചമയുന്ന കാണുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സംഭവം, അത് മാത്രം ജസ്റ്റ് ഒന്ന് കാണിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് എല്ലാം തികഞ്ഞ, എല്ലാ ഗെയിമും അറിയുന്ന, എല്ലാം നമ്മൾ തികഞ്ഞ ഒരു ബിഗ് ബോസ് എന്നുള്ള രീതിയിൽ വന്നിരുന്ന് സംസാരിക്കുന്ന കാണുമ്പോൾ താങ്കൾ ഇങ്ങനെ അല്ലായിരുന്നു എന്നുള്ളത്
ചെറുതായിട്ട് താങ്കൾ ആ സീസണിൽ ഉണ്ടായിരുന്ന സമയത്ത്, കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെയല്ലായിരുന്നു ഗെയിം കളിച്ചത്, ഇങ്ങനെ ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് ചെറുങ്ങനെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അല്ലാണ്ട് ഇതൊന്നും പേഴ്സണലായിട്ട് എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഈ പറയുന്ന പോലെ അനുമോളുടെ PR അല്ല ഞാൻ. ഓക്കെ, അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇന്നേ വരെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. ഈ സീസണിൽ ഞാൻ ആകെ 2 വീഡിയോ ആയിട്ട് ഇട്ടിട്ടുള്ളൂ. കാരണം ഈ സീസണിൽ എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു, ഒരു സുഖം കിട്ടിയില്ല, അത്ര തന്നെ. അപ്പോൾ പിന്നെ ഞാൻ PR ആണ്, അതാണ് ഇതാണെന്നൊന്നും പറയുന്നും വേണ്ട. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബിഗ് ബോസ് ആണ് ഞാൻ എന്നുള്ള രീതിയിലുള്ള ആ സംസാരം കാണുമ്പം പറയണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. അതായത് കഴിഞ്ഞ സീസണിൽ ഇദ്ദേഹം എങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയുന്നത് കൊണ്ട് മാത്രം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടി എടുത്തിട്ട് കണ്ടു. അതായത് ആപ്പിളും കടിച്ചുകൊണ്ട് ആ ഒരു 5 ലക്ഷത്തിൻ്റെ പെട്ടി എടുത്തിട്ട് വരുന്ന ആ ഒരു വരവ്. ഇദ്ദേഹം വിചാരിച്ചത് അതിന് മുമ്പത്തെ സീസണിൽ നമ്മുടെ ബ്ലെസ്ലി ഒരു ആപ്പിളും കടിച്ചിട്ടൊരു വരവുണ്ട്, ഒരു മാസമായിട്ട്. അതേപോലെ പുറത്ത് BGM എല്ലാം ഇട്ടിട്ട് സെറ്റാവുമെന്ന് വിചാരിച്ചുകൊണ്ട് ആപ്പിളും കടിച്ചുകൊണ്ട് ആ പെട്ടി എടുത്തിട്ട് വരുന്ന സായി കൃഷ്ണനെ ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വന്നിരുന്ന് കാലും വെച്ചിട്ട് ഇദ്ദേഹം വന്നിരുന്ന് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കുറ്റം പറയുമ്പോൾ ദഹിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ.